ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. പാലനമനുദിനം പോഷണം പ്രീണനവും ലാളനമിവറ്റിനെ കാലമുള്ളിതു മുറ്റും. ആസനാടനസ്തനായശനാദിശനാദികൾ ആചരിച്ചിടുമ്പോഴും പിരിഞ്ഞിടുകയില്ല. ഫലമൂലോദകാതി പൂവോട് ചമതപോൽ പലവും ഇവ തേടിപ്പോകുമ്പോൾ അതിനെയും വച്ചേച്ചു പോവാനില്ല വിശ്വാസമതു നേരം. ഇച്ഛയാ വഴിയെ കൂടോടിപ്പോമതുതാനും മുക്തഭാവവും നോക്കി നിന്നിടും മധ്യേ മധ്യേ. ശക്തി പൂണ്ടതിനെ ചെന്ന് എടുക്കുമയ്യോ പാപം. ശക്തിയില്ലതിനെന്നും കഴുത്തിലെടുത്തിടും ഒക്കത്തു തട്ടിക്കൊള്ളും ഒട്ടിടയിടെ ചെമ്മേ. മാറത്തും മടിയിലും പുറത്തു പറ്റിച്ചിടും. ദൂരത്തു നിന്നിടുമ്പോൾ അതിനെ വിളിച്ചിടും. ഓരോരോ കർമ്മം ചെയ്യും നേരത്തു മധ്യേ മധ്യേ. പാരാതെ ചെന്നു നോക്കും തിന്മാനും കൊടുത്തിടും. വിളിക്കും അരികവേ മണ്ടി വന്നിടും നേരം. കളിക്കും പിന്നെ പരിചരിക്കും ഓരോരോ തരം. പതുക്കെ പതുപ്പുള്ള രോമങ്ങൾ അമരുമാറെടുത്തു തലോടിയും പുണർന്നുകൊണ്ടാടിയും. മറ്റൊന്നിന്നില്ല കാലം മുറ്റുമിങ്ങനെ തനിക്ക് ഉറ്റമാൻ പേടയുമായി മരുവീടിന കാലം. മരണമടുത്തിതു ഭരതനതു കണ്ട് കരണങ്ങളുമെല്ലാം തളർന്നു ചമഞ്ഞിതേ. കിടക്കുന്നേടത്തു ചെന്ന് അധിക ദുഃഖത്തോടും അടുത്തു നിൽക്കുന്നോരു മാൻകിടാവിനെ നോക്കി മാനസതാരിൽ നിരൂപിച്ചിതു സന്താപത്താല്. ഞാനിനി മരിച്ചിടുമി പൊഴുതിനിശേഷം. കാനനദേശേ സിംഹവാക്രാദി ദുഷ്ടൗക്കങ്ങൾ മാനിനെ പിടിച്ചു നിന്നിടും എന്താവതയ്യോ. ഒട്ടുമേ മനുഷ്യരെ പേടിയില്ലിതിനിപ്പോൾ. ദുഷ്ടരാം കാട്ടാളന്മാര് എയ്തു കൊന്നിടുകയോ. രക്ഷിപ്പാനിതിനാരുമില്ലെന്നതല്ല പിന്നെ രക്ഷിപ്പാൻ പല ദുഷ്ട ജന്തുക്കൾ ഉണ്ടുതാനും. ഇത്തരമോരോതരം ചിന്തിച്ചു ഭരതനും ചിത്തത്തിൽ കൃഷ്ണമൃഗരൂപവും നിഴലിച്ചു. അരികെ നിൽക്കുന്നോര് ഹരിണഗുണകത്തെ സ്മരിച്ചു മരിച്ചുടൻ ജനിച്ചു ഹരിണമായി. ഹരിണമായി തന്നെ ജനിച്ച ഭരതനും സ്മരണം കഴിഞ്ഞ ജന്മത്തിലേതുണ്ടായി വന്നു. മൃഗസംഗം കൊണ്ടു ഞാൻ മൃഗമായി വന്നിതെന്ന് അകമേ ചിന്തിച്ചത സംഘമുണ്ടാകായ്വാനായി. മാൻകൂട്ടത്തിങ്കൽ നിരിഞ്ഞു മാൻകൂട്ടത്തിങ്കൽ നിന്നു പിരിഞ്ഞു താനേ തന്നെ സങ്കേതം ചെന്ന് പുലഹാശ്രമം പൂക്കാനവൻ. തീർത്ഥസ്ഥാനവും ചെയ്തു ദേഹത്യാഗവും ചെയ്താൻ. ധാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നാനവനുടൻ.
ചൊല്ലേഴുന്നോരങ്കിരപ്രവരനായുള്ളോര് നല്ല ഭൂസുരൻ പണ്ടും രണ്ടും വെട്ടിരിക്കും നാള്. ഒരുത്തി വെറ്റുണ്ടായതൊമ്പതു തനയന്മാർ, ഒരുത്തി കന്യാകുമാരന്മാരെ പ്രസവിച്ചാള്. എന്നതിൽ കുമാരനായി പിറന്ന മഹീസുരൻ, മുന്നീതൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോല്. സംഘദോഷത്തെ പേടിച്ച് ആദിയെ കുമാരനും മംഗലം വരുത്തുവാന് കൈകൊണ്ടാൻ മൗനവ്രതം. ജാതകർമാദിക്രിയ സർവവും യഥാവിധി താതനും അനുഷ്ഠിച്ചു മൂകനെന്നിരിക്കലും. ബുദ്ധി സംസ്കാരത്തിനായെത്ര വസ്തുക്കൾ ചെയ്യാൻ വൃത്തമായി ചമഞ്ഞിതു താതസാഹസമെല്ലാം. ജളനോ ബദിരനോ മൂകനോ പുനരിവ എളുതെല്ലാവർക്കും ചെമ്മി തിരിച്ചു കൊള്ളുവാനും. ഉപനിച്ചിതു താതനക്കാലം കുമാരനെ ജമഹോമാദി കർമ്മമൊന്നുമേ പോകാതാനും. 4 ആണ്ടുകാലം മിനക്കെടാതെ ചൊല്ലിച്ചിട്ടും ബാലനും പഠിച്ചില ഗായത്രി കുറഞ്ഞൊന്നും. ആയതു കുമാരനെ ശിക്ഷിച്ചു തന്നെ കാലം. പോയിതു ജനകനും മരിച്ചാനതു കാലം, തന്നെ മിഥുനത്തെ സപത്നി പോക്കലാക്കി. പിന്നാലെ തീയിൽ പാഞ്ഞു മരിച്ചാൾ ജനനിയും പ്രാതാക്കന്മാരുമിവൻ ജളനെന്നുറക്കയാലേതുമേ കൊടുക്കയില്ല ഉപജീവിപ്പാൻ പോലും. ആരാനും ഒരു വേല ചൊൽകിലതു കേൾക്കും, ഏതാനും കൊടുക്കിലങ്ങുപജീവിക്കും താനും. അതിൻ്റെ ഗുണദോഷം അന്വേഷിക്കയും ഇല്ല, അധികമെങ്കിലത് സൂക്ഷിക്കുമാറുമില്ല. ഏതാനും നൽകിയില്ലെങ്കിൽ പോരായെന്നതുമില്ല, ഏതുമാരുമേ നൽകിയില്ലെങ്കിലോ വേണ്ടാതാനും. അക്കാലം പ്രാതാക്കന്മാരവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിയിട്ട് അവിടെ ഇരുത്തിയാറ്. നെല്ല കാപ്പതെന്നവൻ ചെന്നിരുന്നതിൽ പിന്നെ നെല്ലിനു കേടു കുറഞ്ഞൊന്നും ഉണ്ടായില്ലല്ലോ. ദുഷ്ടജന്തുക്കളൊന്നും ആദിക്കിൽ ചെൽകയില്ല, ദുഷ്ടനായവിടെ വാണിടിന കാലത്തിങ്കൽ. ദുഷ്ടത മുഴുത്തോരു ശൂദ്രാധിപതി തനിക്ക് ഇഷ്ടമായിരിപ്പോരു സന്തതിയുണ്ടാവാനായി. ആളറുത്തഴകോടു ചോര നൽകണം ഭദ്രകാളിക്കെന്നുറച്ചുടൻ ഭൃത്യന്മാരോടു ചൊന്നാന്. ഏതാനും തിരഞ്ഞൊരു നല്ല പുരുഷനെ നിങ്ങൾ കൊണ്ടാരിയെന്നു കേട്ടവർ പുറപ്പെട്ടാർ. നീളവേ നടന്നവർ കണ്ടിതു മാടം തന്നിൽ നീളവും തടുപ്പും ഏറിയിടിന പുരുഷനെ. ലക്ഷണയുക്തമായ പുരുഷരൂപം കണ്ട് തൽക്ഷണം തെളിഞ്ഞവർ പിടിച്ചു കെട്ടിയിടിനാര്. ശൂദ്രാധിപതി മുമ്പിൽ കൊണ്ടു ചെന്നതു കാല ആർദ്രമാ മനസ്സോടു പൂജിപ്പാനൊരുമ്പെട്ടാന്. കുളിപ്പിച്ചഴകിയ കോടി കൊണ്ടുടുപ്പിച്ചും കളഭമാല്യങ്ങളാൽ അണിഞ്ഞങ്ങവനുടൽ കാളിക്ക് പൂജ കൊടുത്തിടിനാദരാസുരർ. കാളിമന്ത്രവും ചൊല്ലിട്ട് അറുപ്പാനൊരുമ്പെട്ടാന്. വാളെടുത്തോങ്ങും നേരം ബ്രാഹ്മണ തേജസ്സിനാൽ കാളിക്കു ചൂടുപിടിച്ചിരുന്നു കൂടായികയാല്. ചീളന്നു വാളുമെടുത്തട്ടഹാസവും ചെയ്ത് കൂളികളോട് ഭൂതവൃന്ദങ്ങളോടും വന്നു കാളിതാൻ അറുത്തിതു ശൂദ്രാധിപതി തല. വാളുമായി നിൽക്കും ധാത്രിദേവന്റെ തലയതു അറുത്ത തല കൊണ്ടു പന്താടിക്കളിക്കുകയും പെരുത്ത കോപത്തോടും അലറിച്ചിരിക്കുകയും ബ്രാഹ്മണവധത്തിനു കോപ്പിട്ട ജനങ്ങളും ബ്രാഹ്മണ തേജസ്സുകൊണ്ട് ഒക്കവേ നശിച്ചുപോയി.
എല്ലാം ഈശ്വരനെന്നു നിർണയിച്ചിരിപ്പവർ ഇല്ലൊരു ഭയമൊരു കാലവും ഒന്നുകൊണ്ടും വാളുമായി കഴുത്തർത്തിടുവാനോങ്ങുമ്പോഴും കാളിതൻ കോപമുടനിങ്ങനെ കണ്ടപ്പോഴും ഏതുമേ കുലുക്കമുണ്ടായതില്ലവനുള്ളിൽ ഏതുമേ കുലുക്കമുണ്ടായതവനുള്ളിൽ ആദികളില്ല സാക്ഷാൽ ജ്ഞാനികൾക്കെന്നു നൂനം ഉന്നതൻ രഘുഗണനാകിയ സിന്ധുരാജൻ തന്നെ ആചാര്യനാം കപിലാൻ തന്നെ കാൺമാൻ പോകുന്ന നേരമങ്ങവർ തണ്ടെടുപ്പിച്ചിടിന ആകുലമതീന്നുണ്ടായതില്ലവനേതും എന്നതിന്നവകാശം വന്നവാറുര ചെയ്യ മന്നവ കേട്ടുകൊൾക്കമായ വൈഭവമെല്ലാം പിന്നെയും ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ വന്നുടൻ ചില ഭടന്മാരുര ചെയ്തിടിനാർ. മന്നവനെഴുന്നള്ളത്താകുന്നതറിയ നീ നിന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ അരുൾ ചെയ്തു തണ്ടെടുപ്പതിന്നൊരു ഭാഗത്തേക്കൊരു പൂമാനുണ്ടു പോരായികയാതിന്ന് ആകുന്നതറിഞ്ഞാലും എന്നിവ പറഞ്ഞു കൈപിടിച്ചു കൊണ്ടുപോയി അന്നേരമാന്തോളികാവാഹകന്മാരും എല്ലാം ആകുലമതിന്നും ഉണ്ടായതില്ലവനേതും വേഗം പോയിക കൊണ്ടു ഭർഷിച്ച നൃപേന്ദ്രനും അന്നേരം നൃപൻ തന്നോടുത്തരമുര ചെയ്താൻ മന്നവനറിഞ്ഞിതു ദിവ്യനെന്നതു നേരം തണ്ടിൽ നിന്നിറങ്ങി വീണുടനെ നമസ്കരിച്ച് ഇണ്ടൽ പൂണ്ടറിയായിക പുറത്തുകൊള്ളുകെന്നെല്ലാം ചൊന്ന് മന്നവൻ തന്നോടാത്മജൻ ഞാനാർത്ഥത്തെ നന്നായിട്ടുപദേശിച്ചിടിനാൻ അതു തഥാ സന്ദേഹമൊഴിഞ്ഞു ചൊല്ലിയൊടുവാൻ പണിയത്രേ ചെന്ന് അവരിരുവരും വൈകുണ്ഠലോകം പോക്കാറ്. ഭരതചരിതം ഞാനൊട്ടൊട്ടു ചൊന്നേനേവം ഭരതൻ തൻ്റെ പുത്രൻ സുമതിയല്ലോ കേൾനീ സുമതി തൻ്റെ പുത്രനായതും ദേവദാജിത്തിൻ്റെ പുത്രനായതും ദേവദാത്മനും പുത്രനായതും പരമേഷ്ടി കേവലം പരമേഷ്ടി നന്ദനം പ്രതീകം പോല് അവൻ്റെ പുത്രൻ പ്രതികർത്താവെന്നല്ലോ കേൾപ്പിൻ പ്രതികർത്താവിൻ്റെ പുത്രനജനും ഭൂമാവെന്നും ഭൂമാവു തൻ്റെ പുത്രൻ ഗീതനെന്നും നാമാവാം അവനുടെ നന്ദനൻ പ്രസ്തോതാവിന് പുത്രനായതും വിഭൂഭവൻ പുത്രനായുടൻ മൃദുശേഷണനും ഉണ്ടായി വന്നാൽ തൽപ്രദുശേഷണ പുത്രനായതും നക്തനവൻ തൽപുത്രനല്ലോ ഗഹനാകിയ നൃപശ്രേഷ്ഠൻ ഗഹൻ്റെ മകൻ ചിത്രരഥനും സുഗതിയും അവരോധനനെന്നു മൂവരും ഉണ്ടായാരല്ലോ. എന്നതിൽ ചിത്രരഥനന്ദനൻ സമ്രാട്ടവൻ തന്നെ മകനായ മന്നവൻ മരീചിയും ബിന്ദുമാൻ മരീചിതൻ നന്ദനൻ അറിഞ്ഞാലും ബിന്ദുമാനുടെ പുത്രനായതും മധുവല്ലോ. മധുവിൻ പുത്രൻ വീരവത്രനെന്നല്ലോ കേൾപ്പ് മതിമാൻ വീരവൃതൻ തന്നെ പുത്രന്മാർ പോല് മന്ദുവും അമന്തുവും എന്നവരിരുവരിൽ മന്ദുജൻ ഭാവൻ നന്മകൻ ദുഷ്ടാവിൻ മകനല്ലോ വീരജനായ നൃപൻ ശിഷ്ടനാം അവനൊരു 100 പുത്രന്മാരുണ്ടായി അരുതോ പറവതിനവരെ വേറെയെല്ലാം ഒരു കന്യക താനുണ്ടായാളനന്തരം ചൊല്ലേഴും പ്രിയവൃതൻ തന്നെ വംശമൊട്ടു ചൊല്ലിയേ മുടിഞ്ഞിതു വീരജനുടെ കാലം അന്നേരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്താൻ നന്നരുൾ ചെയ്തവാറിതു മഹാമതേ ഇന്നുമുണ്ടെനിക്കൊന്നു കേൾപ്പതിനാഗ്രഹം എന്നോടിന്നതും അരുൾ ചെയ്യണം മഹാമുനി